ജാം ഉണ്ടാക്കണം. അപ്പോൾ ഞങ്ങൾ ജാം ഉണ്ടാക്കാൻ വേണ്ടി അതിൻ്റെ പൾപ്പൊക്കെ എടുത്ത് മാറ്റി വെച്ചേക്കുവാണ്. പൾപ്പ് എടുക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഇനി ആ പൾപ്പൊക്കെ എടുത്ത് നമ്മൾ ജാറിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഈ ജാറിലോട്ട് ആക്കി കഴിഞ്ഞിട്ട് മിക്സിയിലിട്ട് അടിക്കണം. അപ്പോൾ കുറേ ഉണ്ട്, അതുകൊണ്ട് ഞങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുന്നു. ഇനിയിപ്പോൾ അത് അടിക്കാം. അങ്ങനെ അമ്മയും അനിയനും കൂടി അത് മിക്സിയിലിട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊരു ഈ ഒരു പരുവത്തിലാവും. എന്നിട്ട് അതെടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റണം. അമ്മ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. മൊത്തം അങ്ങ് ഒഴിക്കണം. പിന്നെ അതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അടപ്പിൽ വെച്ച് നന്നായി ചൂടാക്കണം, തിളപ്പിക്കണം. എന്നിട്ട് അതിൻ്റെ ഒപ്പം തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം. നിർത്താതെ ഇളക്കിക്കൊണ്ടിരിക്കണം. നിർത്തി അടിക്കി പിടിക്കും. അതുകൊണ്ട് ഞങ്ങൾ നിർത്താതെ ഇളക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. ഇനി ഇതിൻ്റെ കളറും മാറി. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും കളറ് ചെറുതായി ഒന്ന് മാറി. പക്ഷെ നമുക്ക് ഇതൊന്നും പോരാ, കുറച്ചും കൂടി മാറണം. ഇപ്പം തന്നെ കുറച്ചധികം നേരമായി ഇളക്കാൻ തുടങ്ങിയിട്ട്. അങ്ങനെ ഇതിപ്പോൾ ഏകദേശം ആവാറായിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ നമ്മൾ ഇത്തിരി നാരങ്ങ നീര് എടുക്കണം. എന്നിട്ട് അത് ഇതിലേക്ക് ഒഴിക്കണം. നാരങ്ങ നീര് ഒഴിക്കുന്നത് ഇത് കുറച്ചധികം ദിവസം കേടാവാതിരിക്കാൻ വേണ്ടിയാണ്. അങ്ങനെ അതും ഒഴിച്ചിട്ട് നന്നായി ഇളക്കണം. അങ്ങനെ നന്നായി ഇളക്കിയാൽ ഇതാവും, ഒരു പരുവവും. പിന്നെ ഇത് ചൂടായി